വെൽക്കം ടു ട്രാവൽ ബിസിബി. ട്രാവൽ ബിസിബിയുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എപ്പിസോഡിലാണ് നമ്മൾ ഇന്നുള്ളത്. നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതും നമ്മുടെ UK മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ എക്സ് മേയർ ഓഫ് കേംബ്രിഡ്ജ് ബൈജു തിട്ടാലയാണ്. സർ, വെൽക്കം ടു അവർ സ്പെഷ്യൽ എപ്പിസോഡ്. Thank you very much for inviting me to take part in your show. And like Coffee with Baiju Titala, and thank you. I'm honored. Oh, thank you. It's our pleasure to be interviewing you because I was I've been watching you. ഇത് നമ്മുടെ സിൻസ് സാറ് മേയർ ആയത് മുതൽ നമ്മുടെ ചാനൽസിലും മീഡിയാസിലൊക്കെ നമുക്കൊരു മലയാളികൾക്ക് ഒരു പ്രൗഡ് മൊമെന്റ് അല്ലെങ്കിൽ ഒരു അഹങ്കാരം എന്നൊക്കെ പറയുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. അപ്പൊ സാറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്കൊരു ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ഞാൻ സാറുമായിട്ട് സംസാരിക്കാനിടയായതും ഇവിടെ വരാനിടയായതും സാറായിട്ട് ഒരു ഇന്റർവ്യൂ ഞാൻ ചോദിച്ചതും. അപ്പൊ എനിക്കറിയാൻ ഫസ്റ്റ് ആയിട്ട് ക്യൂരിയോസിറ്റി തോന്നിയത് സാറിന്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു, സാറിന്റെ നാട്ടിലെവിടെയാണ്, അതിനെ കുറിച്ചൊന്ന് പറയാവോ? സാർ കുറെ ഇന്റർവ്യൂസിന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. First of all, being a mayor of Cambridge or being in any public office, to my mind is not a big deal. ഇത് ആരെ കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാത്രം കാണുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത്, ഞാൻ കോട്ടയം ജില്ലയിൽ ആർപ്പുക്കരയിൽ ജനിച്ച ആളാണ്. ഒരു വർക്കിംഗ് ക്ലാസ് ഫാമിലി, കർഷക കുടുംബം. അവിടെ ജനിച്ചു. അവിടെ നമ്മൾ ചെറുപ്പകാലം മുതൽ തന്നെ എനിക്ക് ഭയങ്കര അംബീഷൻസ് ആയിരുന്നു. ഭയങ്കര തീരെ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു. പക്ഷേ ഇതിനൊരു പ്രശ്നം, when you were born to a family which is purely a working class family or a peasantry, you have limitations. You have limitations as to what you can achieve or what you can gain. So I പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ അന്നത്തെ കാലത്ത് ഇപ്പം ഒന്നും അതില്ല. ഈ പാലും കുറ്റി പാല് കൊണ്ടുപോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പാല് വിൽക്കാൻ പോയി മുട്ട കച്ചവടം നടത്തി. എന്നെ ഇപ്പോഴും നാട്ടിൽ മലനാട് മിൽക്കാരെന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിത്തത്തോടൊപ്പം തന്നെ ഈ മലനാട് മിൽക്കിൻ്റെ ഏജൻസി എടുത്തിട്ട് പാല് വിൽക്കാൻ പോകും. അതുപോലെ പിന്നീട് ഞാൻ അവിടെ പല പല ജോലികളും കൂടെ കണ്ടത്തിൽ പണിക്ക് പോയിട്ടുണ്ട്. പപ്പായുടെ കൂടെ കണ്ടത്തിൽ പണിയാൻ പോയിട്ടുണ്ട്. കൂട്ടുകാർ ഒത്തു വേറെ സ്ഥലത്ത് പണിക്ക് പോയിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്നതിനെ PDC കഴിഞ്ഞപ്പോൾ പഠിത്തം നിർത്തി. Then I was of the view that my ambitions were gone. But even then I was always dreaming that one day I might be able to. Even now I have so much of ambition, so I don't know whether I will be able to achieve it or not, but I am sure I will work for it. Definitely. So കുട്ടിക്കാലം അവിടെ ആർപ്പുക്കര എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ചു. ഇപ്പം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, കേംബ്രിഡ്ജിൻ്റെ മേയർ എന്നൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷ് നമ്മുടെ ഒരു സിനിമയ്ക്കകത്ത് ജഗതി ചോദിക്കുമല്ലോ, ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അങ്ങനെയൊന്നും അല്ല, ഒരു സാധാരണ സ്കൂളിൽ പഠിച്ച് സാധാരണ രീതിയിൽ വളർന്നു. അങ്ങനെ അവിടുന്ന് അതാണ് നമ്മുടെ ബാല്യകാലം. അങ്ങനെയാണ് ഈ വിദ്യാർത്ഥി. ഞാൻ കോളേജിൽ നിന്നും പഠിക്കാതെ കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയമില്ല, പക്ഷേ ഈ സ്കൂളിലെ രാഷ്ട്രീയത്തിലൊക്കെ കുറേയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് രാഷ്ട്രീയം ഒരു വല്ലാത്തൊരു ക്രേസ് ആയിരുന്നു. അത് അന്നും അതെ ഇന്നും അതെ, മുമ്പോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വ്യൂ. അപ്പൊ സാറ് ഈ പറഞ്ഞത് രാഷ്ട്രീയത്തോട് ഒരുപാട് പാഷനേറ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ നമ്മളെ കേരളത്തിലൊരു രാഷ്ട്രീയവും, അല്ല കേരളത്തിൽ മാത്രം ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തു നിന്നുള്ള രാഷ്ട്രീയവും ഒരു ബ്രിട്ടൻ എന്നുള്ള ഒരു വേറൊരു കൺട്രിയുടെ രാഷ്ട്രീയം നമ്മൾ സാർ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നത്? അതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? സാർ ഇവിടെ വന്നിട്ട് ഈ രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് ചെയ്തത്? ഇവിടെയുള്ള സാറിന്റെ സാർ പറഞ്ഞില്ല ഒരുപാട് വിഷൻസ് ഉണ്ട്. സാറിന്റെ വിഷൻസ് എന്തൊക്കെയാണ്? അതിൽ എന്തെങ്കിലും സാറിന് ഷെയർ ചെയ്യാൻ പറ്റും, നമ്മുടെ വ്യൂവേഴ്സിന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ? ഇല്ല, ഇന്ത്യൻ രാഷ്ട്രീയവും ബ്രിട്ടീഷ് രാഷ്ട്രീയമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. The British politics is fully matured. If not fully matured, almost no. Like I would say 80 to 90% is matured politics. But in India, I don't believe that's the case. The simple reason, you just look at me, and I am someone who first generation graduate in the family, and I have migrated to this country, and then I have become the mayor.
and I'm actually criminal practicing lawyer. So if I was in India, I don't think I ever would have been a ward member. That's true. Because the thing is, in this country, merit matters. Whereas in our country, merit is not something which no one is bothered about. That's true. We have to put an end to that. Until unless we have people who is or who wanted to be or who is being selected simply because of the merit. When merit lacks, the quality lacks. അതാണ് ഇവിടുത്തെ പൊളിറ്റിക്സ് അവിടുത്തെ പൊളിറ്റിക്സിലെ പ്രധാന വ്യത്യാസം. പിന്നെ ഒരു ലേമാൻസ് പെർസ്പെക്റ്റീവിൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള നമ്മുടെ നാട്ടിലൊരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ വലിയ ഫ്ലെക്സ് അടിക്കുക, ഒരുപാട് പൈസ അതിനു വേണ്ടി ചെലവാക്കുക, കുറെ ഫ്ലെക്സ്, നോട്ടീസ്, പിന്നെ കുറെ അധികം ചെണ്ടമേളം. പക്ഷെ നമ്മുടെ ബ്രിട്ടീഷ് പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ വളരെ ക്വയറ്റ് ആണ്. ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ വെറുതെ അതിന് വേണ്ടിയിട്ട് അൺനെസസറി ആയിട്ട് ഒരുപാട് സ്പെൻഡിങ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ലേമൻസ് പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പൊ സാറിന് അതിനെ കുറിച്ച് എന്താണ്? ഇല്ല, അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഈ ബ്രിട്ടീഷ് പൊളിറ്റിക്സ് ഈസ് മച്ചുവേർഡ്. It is now matured. That was not the case. In Secret Ballot Act 1867, Benjamin Disraeli's 1867 Secret Ballot Act. ആ ബാലറ്റ് ആക്ട് എന്തിനാ അവിടെ കൊണ്ടുവന്നറിയോ? ഈ വന്ന് അതിന് മുമ്പ് ഓപ്പൺ ബാലറ്റ് കൈപൊക്കി കാണിക്കുക. സോ എല്ലാം ഇപ്പൊ ഇവിടുത്തെ ഫ്യൂഡൽസ് മുഴുവൻ ഇന്ന ആളുകളെ പൈസയൊക്കെ കൊടുത്ത് കാശ് കൊടുത്ത് റെഡിയാക്കി തിരികെ പർച്ചേസ് ചെയ്യാണ്. So purchase is, then he will cast his vote openly. Then what would happen if that is against the interest of the person who paid him? He will be attacked. ഈ അന്നൊക്കെ ഓരോ ചില ബൂത്തുകളിലൊക്കെ 3-4 പേര് മരിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ബ്രിട്ടനിൽ. See, the way they address that kind of a politics is the beginning. In 1867, Benjamin Disraeli is the Secret Ballot Act. I think 1897 ആണെന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് മെമ്മറി എന്ന് പറയുകയാണ്. സീക്രട്ട് ബാലറ്റ് ആക്ട്. അത് ബാലറ്റ് ആക്ട് കറക്റ്റ് ആണ്, ഇയർ എനിക്ക് വ്യത്യാസമുള്ളൂ. അപ്പൊ നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ അങ്ങോട്ട് ഇപ്പോഴും എത്തുന്നില്ല. Either we don't want it to be there, or we are not bothered to get our politics into kind of a matured state. ഇതിലൊരു പ്രധാന പ്രശ്നം, India, when we were independent, when we got independence from Britain, we was a poor country, like we had nothing. അവിടുന്ന് നെഹ്റു, പട്ടേൽ, അതുപോലെ ആ ഇറയിലുള്ള നേതാക്കന്മാർ, they managed to maintain the country without any colossal catastrophes like our neighbors in either I don't want to name the countries. You can guess. Yeah. So ആ ഒരു സ്റ്റേറ്റിൽ നിന്നും the way we were protected because of the vision and the commitment and the dedication of our leaders like Nehru, Patel, Ambedkar. And I believe if Ambedkar wasn't there in India, I don't know what would have been the state of our nationhood in India. So that process stopped somewhere there. It did not develop or did not progress from that stage. പുള്ളി ഭയങ്കര വിഷണറി ആയിരുന്നു. അപ്പം അതുപോലെയുള്ള വിഷണറീസ് in India, one way or other, we have failed to nurture or identify such visionaries and bring them into politics where our nation can be progressed and our nation can get into the system where all people of the country can benefit out of it. സാർ, ഈ നമ്മുടെ നാട്ടില് മക്കൾ രാഷ്ട്രീയമാണല്ലോ കൂടുതൽ. ഇവിടെ അങ്ങനെ ഉണ്ടോ? ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ലാന്നാണ് എൻ്റെ ഒരു തോന്നൽ. സാറിന് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഇവിടെ മക്കൾ രാഷ്ട്രീയമാണേലും without you having merit, you won't be there. I was shortlisted for 3 parliament constituencies. And I was shocked when I see that list. My name was there. In second, in one constituency I came second. The other constituency has become third. Yeah, 2 or
in three position, and the other one was in the second place. It was simply because of my merit. It's true. If you lack merit, there is no question whichever family you belong to, however financially sound you are. You need to convince the people. You need to convince your comrades, your party workers. Then they are the people who decide Whether whether you're you are fit for the purpose or not. Not like your father or grandfather or a wealthy elite who just decide, oh, he's my candidate, send him. That doesn't work in this country. And I'm sure our country will come to a stage where we can also claim the same. But it will take time. Maybe not in our lifetime, but I'm sure one day, like our future generation will come to that kind of a stage where they can talk. Look, we are also a mature democracy. സാറ് സാറിന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ പഠിച്ചു. അപ്പൊ ഇംഗ്ലീഷ് സാധാരണ നമ്മുടെ നാട്ടിലൊരു ഭയങ്കരമായിട്ടുള്ള ഒരു പേടിയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നാണ്. അപ്പൊ നമ്മൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ചിട്ട് ലാംഗ്വേജ് അല്ല നമ്മുടെ ഒരു ബുദ്ധി അളക്കുന്ന ഒരു ഘടകം, ഒരിക്കലും അല്ല. നമുക്ക് ലാംഗ്വേജ് എപ്പോൾ വേണം അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ സാറിന്റെ വിദ്യാഭ്യാസം, സാറിനെ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എൻലൈറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് സാർ. അപ്പൊ ഈ ഒരു ഇത് സാറിന്റെ പുസ്തക വായനയും ഓഫ് കോഴ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും വന്നിട്ടുള്ള. അല്ലാതെ സാറിന്റെ വിദ്യാഭ്യാസം ഈ ബ്രിട്ടനിൽ വന്ന ശേഷം എന്തൊക്കെയാണ് ചെയ്തത്? സാർ ഇനി പുതിയ തലമുറയ്ക്ക് സാർ കൊടുക്കാനുള്ള ഒരു ഉപദേശം. ഇപ്പൊ നമ്മൾ കുറെ പേര് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എസ്പെഷ്യലി ഈ സ്റ്റഡി അബ്രോഡ് എന്നുള്ളൊരു ബിസിനസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ പേര് ഇങ്ങനെ, അപ്പൊ എല്ലാരും പഠിക്കാൻ വേണ്ടിയിട്ടല്ല വരുന്നത്, ഒരു കൺട്രിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പൊ സാറിന് അതിനെ കുറിച്ച് പറയാനെന്താണ്? ഇത് നമ്മൾ ഞാനൊക്കെ അനുഭവിക്കുന്ന ട്രോമ, പ്രവാസത്തിന്റെ ട്രോമ എന്ന് പറയും. ഞാൻ കേംബ്രിഡ്ജിൽ ഇവിടുത്തെ സിവിൽ സൊസൈറ്റിയിൽ ഏതാണ്ട് ടോപ്പ് ലാഡറിൽ നിൽക്കുന്ന ആളാണ്. നമ്മൾ if you ask me, do you feel discrimination? Do you feel as a foreigner? If you ask me to answer the question, put my hand on my heart and answer the question, I would definitely say, sometimes I feel uncomfortable. And I only blame our politicians back home. Why don't we have a system whereby you and I can stay in the country and live and have a decent life? Why are our youth being forced to flee the country? Because we lack a progressive agenda in our country. If you have a progressive agenda, why British youth are not going abroad? Why Australian students are coming to India? Because they have a progressive agenda. They have a welfare system. They have a, they don't need to. This is not because they are rich. No, they have the basic necessities provided to them, which is a guaranteed, which is guaranteed by the state. നമ്മുടെ രാജ്യത്ത് അതില്ല. അതുകൊണ്ടാണ് ഈ പിള്ളേർ പോരുന്നത്. പിന്നെ പോരുന്നവരോടുള്ള ഉപദേശം, see, I tell you, there is no point simply fleeing to a country, either it is to Britain or to Australia or Canada. If you're just trying to find a solution just to leave India and then come here and work like in a very labor manual life, you will reach to a situation, maybe not now, in 10, 20 years, look back your own life, you will realize what you have lost. My story was different. I have come to this, I left Kerala at the age of 18, and I was working in Delhi in export firms, thread cutting man. I was just carrying the heavy loads of fabric from ground floor to the top floor. So, and even I was making it. I was working in a tea shop making teas, and then I have come over. Then I have they had an opportunity. The state funded me for my studies. So I took that opportunity and I explored or exploited
whatever way I can. Okay. But that may not be the case of these youth coming to Britain. But I can't, at the same time, I cannot blame them. Because they, like someone said to me the other day, എൻ്റെ ഒരു കേസായിരുന്നു, ആ കേസ് കഴിഞ്ഞു, അവനെ അക്വിറ്റ് ചെയ്തു. അപ്പോൾ എന്നോട് ചോദിച്ചു, അപ്പം നീ നാട്ടിൽ പോലെ ഈ ആസ്ക് മീ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചേട്ടാ ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ കോട്ടയക്കാരായിരുന്നു, ചേട്ടാ ലുക്ക് ഇവിടെ ഇപ്പം ചേട്ടൻ 3 മാസം കൊണ്ട് ഈ കേസ് കോടതി നമ്മൾ ആർഗ്യൂ ചെയ്തു, കേസ് ഞാൻ ഊരി. നാട്ടിലാണ് ചേട്ടാ 20 വർഷം കഴിഞ്ഞാൽ ഞാൻ ഈ കേസിൽ നിന്ന് ഇറങ്ങില്ല. That is the problem. System. Our youth have lost the trust and faith in our system. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത് മറ്റൊന്നുമല്ല, our politicians should work towards a program where we have a better healthcare system, where we have a better medical care. Public healthcare, not private healthcare. Public healthcare, and then we have a system that is equal when it comes to education. And we need a system. Our criminal justice system has to reinvent. We are still following the path of what Britishers left for us. We need to reinvent it. The new changes are, in my mind, it did not change. It's just cut and copy. There's no change in it. And again, the employment law. The working class of our country should have the confidence in our system, whereby if there is any dispute at all, that can be settled in a short span of time. ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ബ്രിട്ടനിൽ നമ്മൾക്ക് നാട്ടിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഭയങ്കര നമ്മുടെ കോൾഡ് വെതറൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും വരെ കോട്ടിട്ടും സൂട്ടിട്ടും നമ്മുടെ മൂവിയിലൊക്കെ തന്നെയാണെങ്കിൽ എപ്പോഴും ഹൈപ്പ് ചെയ്ത് എങ്ങനെയാണ്. അപ്പോൾ സാർ ഇവിടെ വന്നിട്ടും മലയാളിത്തമുള്ള മുണ്ടും ജുബയൊക്കെ ഇട്ടിട്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാനൊരു മലയാളിയാണല്ലോ, ഒരു പക്കാ മലയാളിയാണല്ലോ. എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടെന്നേ, ഞാനത് മാറ്റി വെക്കാൻ തയ്യാറല്ല. ഞാൻ ഇടയ്ക്ക് മുണ്ടെടുത്ത കണക്കാറുണ്ട്. ഞാൻ കൗൺസിലിൽ പോലും പോയിട്ടുണ്ട്, മുണ്ടെടുത്തിട്ടുണ്ട്. ഈ സൂട്ടിട്ട് എന്നിട്ട് ഞാൻ കൗൺസിലിൽ പോയിട്ടുണ്ട്. കാരണം അത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ജീവിതമേ ഉള്ളൂ അല്ലേ. ഇനി അടുത്ത ജന്മത്തിൽ നിന്ന് ഞാൻ മുണ്ടെടുത്ത് നടന്നേക്കാൻ നമുക്ക് അറിയത്തില്ല, ഉണ്ടാവില്ല. സോ ദിസ് ഈസ് വാട്ട് മൈ ലൈഫ്. നമുക്കറിയത്തില്ല. ഇപ്പൊ എനിക്ക് മുണ്ടെടുക്കുന്ന ഇഷ്ടമാണ്, ദുബായ് ഇടുന്നത് ഇഷ്ടമാണ്. കോടതി പോകുമ്പോഴത്തേക്ക് സൂട്ടിട്ടുണ്ടാ പോകുന്നത്, അതേ പോകാൻ പറ്റുള്ളൂ. അവിടുത്തെ റൂട്ടുള്ളത് കൗൺസിൽ ഒഫീഷ്യൽ ഇവന്റിന് പോകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇട്ടുകൊണ്ട് പോകും. ഞാനിതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ്. നമുക്കിത് ഞാൻ ബൈ ഫേറ്റ് കൊണ്ട് ഇവിടെ ആയിപ്പോയ ആളാണ്. ആഗ്രഹിച്ചിട്ട് ഇപ്പൊ ഒരുപാട് പേര് ഭയങ്കരമായിട്ട് എബ്രോഡുള്ള ലൈഫ് ഭയങ്കര ഫാൻസി ചെയ്ത് വരുന്നവരുണ്ട്. സാർ അങ്ങനെ അല്ല, ഡെസ്റ്റിനി കൊണ്ട് ഇവിടെ വന്ന് പെട്ടുപോയ ഒരാളാണ്. വന്ന് പെട്ടുപോയത് കൊണ്ടും അതുകൊണ്ട് രക്ഷപ്പെട്ടു പോയത് വിശ്വസിക്കുന്ന ഫാക്റ്റാണ്. അതിൽ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ചാൽ ഞാൻ അതിൽ ഇപ്പം ഞാൻ ഇപ്പം എന്നോട് പലരും പറയാറുണ്ട്, ഇത് നമുക്കിപ്പം പല ബിസിനസ്സിന്, എനിക്കിതിലൊന്നും താല്പര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് വാട്ട് ഐ ആം. എന്റെ ഇഷ്ടങ്ങൾ ഇതാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ബൈജു നീ മദ്യപിക്കും. ഞാൻ ഒരു കോട്ടയംകാരനാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഞങ്ങളുടെ പാർട്ടിയുടെ പരിപാടി കഴിയുമ്പോൾ ഞങ്ങൾ നേരെ പബ്ലിലേക്ക് പോകുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവും നമ്മൾ എൻജോയ് ചെയ്യുന്നതായ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് നോക്കാൻ ഞാൻ തയ്യാറില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എനിക്കിഷ്ടമാണ്. ഇവിടെയുള്ളവരൊക്കെ എന്നെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഒരു വർത്തമാനം പറയാറുമുണ്ട്. അപ്പം അതിലൊന്നും പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ സൂട്ടിൻ്റെ അകത്ത് മാത്രം ഇറങ്ങാതെ ഒരു ഹൈപ്പർ അതൊക്കെ സോഷ്യൽ മീഡിയ ഞാനത് നിൽക്കാൻ തയ്യാറില്ല. ദിസ് ഈസ് വാട്ട് ഐ ആം ആൻഡ് ഐ വാണ്ട് ടു ഫോളോ ദ വേ വാട്ട് ഐ വാണ്ട് ടു. ഇതൊക്കെ ഞാൻ പല സ്ഥലങ്ങളും പറഞ്ഞാണ്, ദിസ് ഈസ് വാട്ട് ഐ വാണ്ട്. അതെ ഇപ്പം നമുക്ക് ഈ ഒരു കൺട്രിയിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, നമുക്ക് പേഴ്സണലി ചോയ്സസ് ഉണ്ട്, നമുക്ക് ഫ്രീഡം ഉണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് എന്താണോ ഇപ്പൊ നമുക്കൊരു കാര്യം ഇഷ്ടമില്ലെങ്കിൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യം അത് ഒരാളുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നമ്മൾ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ട്, നമ്മൾക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ നമുക്ക് ആ രീതിയിൽ ജീവിക്കാൻ പറ്റും. 38 വർഷമായടാ ജോർജ് സാറ് പോലീസിലായിട്ട്. സാറിന്റെ കുട്ടിക്കാലം ഈ വൈറ്റ് പേപ്പർ ആ സിറ്റീസ് അത് മുമ്പോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പാർട്ടിക്ക് അത് തന്നെ
പല രീതിയിലുള്ള വിയോജിപ്പുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പലരും. ഞാൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു സാർ നാട്ടിലെവിടെയാണ്, അതിനെ കുറിച്ചൊന്ന് പറയാം. മൈൻഡ് ബിഗ് ഡീൽ. ഇതാരെ കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാത്രം കാണുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ഒന്നും അതില്ല. ഈ പാലും കുറ്റി പാല് കൊണ്ടുപോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പാല് വിൽക്കാൻ പോയി മുട്ട കച്ചവടം നടത്തി. എന്നെ ഇപ്പോഴും നാട്ടിൽ മലനാട് മിൽക്കാരെന്ന് വിളിക്കുന്ന ആളുകളുണ്ട്.